അതാണ് വേദവാക്യം. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. ടു ബി സോബർ മൈൻഡ്. इसलिए नौजवानों को चिता दे कि वो शुद्ध मन वाले बन जाएं. നാം സുബോധമുള്ളവരാകണം യൗവനത്തിൽ. ആ ഒരു പ്രമേയമാണ് ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. और आज पवित्र आत्मा वचन के द्वारा हमें बताना चाहता है कि हमें संयमी बनना है. അനുഗ്രഹിക്കപ്പെട്ട ഈ യുവജന സമ്മേളനത്തിൽ നിങ്ങളോട് ദൈവവചനം അറിയിക്കുവാൻ ലഭ്യമായ അനുഗ്രഹിത നിമിഷത്തിന് ഞാൻ സകല മഹത്വവും മാനവും കർത്താവിന് ആദരവോടെ അർപ്പണം ചെയ്യുകയാണ്. इस आशीषित समारोह में आकर शामिल होने के लिए प्रभु ने मुझे जो अवसर दिया है, इसलिए मैं सारी महिमा और प्रताप प्रभु यीशु मसीह को समर्पित करना चाहता हूं. നാളുകൾക്ക് മുൻപ് എന്നെ ഈ മീറ്റിംഗിലേക്ക് സന്തോഷത്തോടെ ക്ഷണിച്ച കർത്താവിന്റെ വിലയേറിയദാസൻ ആദരണീയനായ പാസ്റ്റർ ബിനോജി അവരോടുള്ള പ്രത്യേക വന്ദനം ഞാൻ ഇത്തരണത്തിൽ രേഖപ്പെടുത്തുകയാണ്. और काफी समय पहले इन सभाओं में मुझे आमंत्रित करने वाले परमेश्वर के दास पास्टर बिनोद जी के लिए मैं प्रभु का धन्यवाद करना चाहता हूं. ഇന്ന് ഈ സമ്മേളനം പ്രൊസീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ അലക്സ് കുട്ടി അവர்கள், അതേപോലെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ബഹുമാന്യനായ അഭിഷക്തൻ, മറ്റു ദൈവദാസന്മാർ എല്ലാവരോടുമുള്ള പ്രത്യേക വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. और आज की इस मीटिंग के अध्यक्ष पास्टर अलेक्स कुटी और डिस्ट्रिक्ट पास्टर और सभी पासवानों को भी मैं यीशु मसीह के नाम में मेरा आदर मैं बताता हूं. ഈ മീറ്റിംഗിൽ മലയാളത്തിൽ നിന്ന് ഇത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ പാസ്റ്റർ ജോൺസൺ അവർ എന്നോടൊപ്പം കൂടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ മോഹിച്ചു പോയി, ആഗ്രഹിച്ചു. അത് കർത്താവ് സാധ്യമാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സകല മഹത്വവും കർത്താവിന് അർപ്പണം ചെയ്യുന്നതോടൊപ്പം കർത്താവിന്റെ വിലയേറിയദാസൻ പാസ്റ്റർ ജോൺസൺ എന്റെ ആത്മമിത്രമാണ്. ഡൽഹിയിലുള്ള എന്റെ എല്ലാ പ്രസംഗങ്ങളിലും വളരെ മനോഹരമായ നിലയിൽ തർജ്ജമ ചെയ്ത ദൈവദാസനോടൊപ്പം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആയിരിക്കാൻ കഴിയുന്നതിൽ വളരെയധികമായി സന്തോഷിക്കുന്നു. मैं प्रभु का धन्यवाद करना चाहता हूं. एक लंबे समय के बाद में पास्टर अब्राहम के साथ मिलकर प्रभु की सेवकाई करने का हमें जो मौका मिल रहा है, प्रभु को सारी महिमा देना चाहते हैं. ഞാൻ പറഞ്ഞ എല്ലാം പറഞ്ഞില്ല. എനിക്ക് ഹിന്ദി പറയാൻ അറിയത്തില്ലെങ്കിലും താളം തെറ്റിയാൽ എനിക്കറിയാം നന്നായി. ഓക്കെ, ഞാൻ പറഞ്ഞത് തർജ്ജമയുണ്ട് എന്നറിഞ്ഞപ്പോൾ പാസ്റ്റർ ജോൺസനെ തന്നെ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ സാധ്യത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ഇതിന്റെ തർജ്ജമയ്ക്ക് വേണ്ടി പാസ്റ്റർ ജോൺസൺ രാമചന്ദ്രൻ എന്ന് അനൗൺസ് ചെയ്തപ്പോൾ ഹൃദയം വല്ലാതെ സന്തോഷിച്ചു. കർത്താവിന്റെ ഈ ആഗ്രഹത്തിന്റെ നിവർത്തിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. जब मुझे पता चला कि मैं पास्टर अब्राहम का अनुवाद करने जा रहा हूं, तो मैंने प्रभु का धन्यवाद दिया. बड़ा ही खुश हुआ. मैं प्रभु को सारी महिमा देना चाहता हूं. എല്ലാ പ്രിയപ്പെട്ടവരും, ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 109 ഡിവൈസ് ഉണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും ഞാൻ പ്രത്യേകമായ ആദരവുകൾ, വന്ദനങ്ങൾ, നന്ദി രേഖപ്പെടുത്തുകയാണ്. 110 डिवाइस में हमारे साथ यहाँ मौजूद सभी लोगों को मैं यीशु मसीह के नाम में मेरा प्रेम भरा नमस्कार देना चाहता हूं. ഞാൻ 7:50 വരെ ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെ നിന്നാണ് നേരിട്ട് ഡൽഹിയിലേക്ക് യാത്രയാകുന്നത്. ഈ കൊറോണ വരുത്തിയ ഇങ്ങനെയുള്ള ചില അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 7:50 पे मैं ऑस्ट्रेलिया में था और जल्दी से वहां से दौड़कर मैं यहाँ पर आया हूं. कोरोना के द्वारा एक ऐसा माहौल भी उत्पन्न हुआ है, उसके लिए भी मैं प्रभु का धन्यवाद करना चाहता हूं. പ്ലെയിൻ കയറാതെ, ലഗേജ് ചെക്കിംഗ് ഇല്ലാതെ, ഇമിഗ്രേഷൻ ഒന്നുമില്ലാതെ വിവിധ രാജ്യങ്ങൾ താണ്ടുവാൻ കഴിയുന്ന ഒരു പ്രത്യേക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സിസ്റ്റം ദൈവം നമുക്ക് തന്നു. അതുകൊണ്ട് തന്നെ എവിടെ ഇരുന്നും കേൾക്കാനും എവിടെ ഇരുന്നു കൊണ്ടും അറിയിക്കാനും ഒക്കെയുള്ള അവസരം. വളരെ സന്തോഷം. കർത്താവ് ഈ മാധ്യമങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. बिना जहाज चढ़े, बिना चेक इन किए, बिना इमिग्रेशन पास किए कई जगहों पर जाकर प्रभु के वचन को पहुंचाने का जो प्रभु अपनी अपनी जगह पर बैठकर सुनने, बताने का जो मौका प्रभु इन दिनों में इस डिजिटल प्लेटफॉर्म पर हम सबों को दे रहा है, मैं प्रभु को सारी महिमा देना चाहूंगा. इसका प्रभु ऐसे ही अधिक इस्तेमाल करने पाए. കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം, യുവജനങ്ങളുടെ ആത്മീക പ്രബുദ്ധതയ്ക്ക് വേണ്ടുന്നതായിരിക്കുന്ന ഒരു ആത്മീക സന്ദേശം കർത്തദാസൻ നമുക്ക് നൽകി തരികയുണ്ടായി. അതിന്റെ ഒരു ചിന്തകൾ എനിക്ക് കർത്താവിന്റെ ദാസ് പാസ്റ്റർ ബിനോജി അവർ നൽകി തരികയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കർത്താവിന്റെ ദാസനെ കഴിഞ്ഞ രാത്രിയിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ. ഇന്നും നാളെയും
നമുക്ക് ആവശ്യമായ ആത്മീയ ചിന്തകൾ അതേ തുടർന്ന് തന്നെ ദൈവാത്മാവ് നൽകേണ്ടതിന് പ്രാർത്ഥനയോടെ आയിരിക്കാം. कल प्रभु ने हम सबों के लिए एक बहुत ही अच्छा संदेश परमेश्वर के सेवक के द्वारा पहुंचाया. एक युवाओं के, नौजवानों की आत्मिक उन्नति के लिए जरूरी बातों को हम सबों तक अभिषेक से भरकर पहुंचाने के लिए मैं परमेश्वर के दास का धन्यवाद करना चाहूंगा. और आज और कल भी परमेश्वर इसी प्रकार हम सबों को तैयार करने पाए, मैं प्रभु से प्रार्थना करता हूं. യൂത്ത് ആൻഡ് എത്തിക്സ് എന്നതാണ് നമ്മൾ ഈ സമ്മേളനത്തിന്റെ പ്രധാനമായ പ്രമേയമായി കൊടുത്തിട്ടുള്ളത്. യുവജനങ്ങളും അവരുടെ ധാർമ്മികതയും ദൈവപ്രസാദ യോഗ്യമായ ഒരു ധാർമ്മിക നിലവാരത്തിന് ഉടമകളാകുക, അതാണ് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ആത്മീയ സന്ദേശം. इन सभाओं के लिए हमने जो नियुक्त विषय यहाँ पर चुना है वो ये है, नौजवान और नैतिकता. परमेश्वर को प्रसन्न करने वाली किस प्रकार की नैतिक जिंदगी का मालिक एक युवा बनने पाए, उसी के मद्देनजर मैं कुछ बातों को यहाँ पर आपके सामने पेश करना चाहूंगा. ഞാൻ മുഖവര എന്നുള്ള നിലയിൽ നൽകിത്തരാൻ ആഗ്രഹിക്കുന്നത് യൂത്ത് ക്യാമ്പ് അതിന്റെ ആധുനിക കാല പ്രസക്തി എന്താണ് എന്നുള്ളതാണ്. मैं शुरुआत में ही प्रस्तावना के तौर पे ये बताना चाहूंगा, जो युवाओं का शिविर होता है, यूथ कैंप होता है, उसके आज के समय में उसकी कितना, उसके महत्व के बारे में मैं बताना चाहूंगा. നമുക്ക് കൺവെൻഷൻ ഉണ്ട്, ക്രൂസൈഡുകളുണ്ട്, സെമിനാറുകളുണ്ട്, ഉപവാസ പ്രാർത്ഥനകളുണ്ട്, മറ്റുതരം ആത്മീക പ്രോഗ്രാമുകൾ എല്ലാം ഉണ്ട്. പക്ഷെ യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ആത്മീക പ്രോഗ്രാം ക്രമീകരിക്കുന്നതിന്റെ പ്രസക്തി, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദിസ് മീറ്റിംഗ് എന്നുള്ളത് നാം അറിയേണ്ടതായിട്ടുണ്ട്. हम कन्वेंशन करते हैं, सेमिनार करते हैं, फास्टिंग प्रेयर इत्यादि कई प्रकार की सभाओं को करने वाले लोग हैं, लेकिन इसके अलावा केवल युवाओं के लिए किए जाने वाले शिविरों का, सभाओं का आज के समय में कितना महत्व है वो मैं आपके सामने बताना चाहता हूं. പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം, പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം, പഴയ പുതിയ നിയമങ്ങളെ ഒരുമിച്ച് സങ്കല്പിച്ചുകൊണ്ട് യുവജന ക്യാമ്പുകളുടെ, യുവജന മീറ്റിങ്ങുകളുടെ, ഈ വിധമായിരിക്കുന്ന പ്രസംഗങ്ങളുടെ, യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രൈസ് ആൻഡ് വേർഷിപ്പിന്റെ ഒക്കെ പ്രസക്തി എന്താണ് എന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു രണ്ട് വാക്യങ്ങൾ. पुराने नियम में से एक और नए नियम में से एक, इस प्रकार दो वचन के भागों को, नए नियम और पुराने नियम को मिलाकर मैं ये यहाँ पर पेश करना चाहूंगा कि यहाँ पर हो रही इस प्रकार की युवाओं की सभाएं, केवल युवाओं के लिए स्तुति आराधना, केवल युवाओं के लिए विशेष सभाएं जब की जाती हैं तो उसका महत्व कितना रहता है. പഴയ നിയമത്തിലെ വാക്യം ന്യായാധിപന്മാർ, ജഡ്ജസ് ചാപ്റ്റർ 2 വേഴ്സ് 10 ആണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത് വാക്യം നാം വായിക്കുമ്പോൾ യുവജനങ്ങളോട് ആത്മീക പ്രബുദ്ധതയുള്ളവരാകാൻ ഉദ്ബോധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്ന ഒരു വാക്യമായി നമുക്കതിനെ കാണാൻ കഴിയും. ന്യായാധിപന്മാർ 2-ന്റെ 10-ാമത് വാക്യം. पुराने नियम के अंदर न्यायों की किताब है, उसका 2रा अध्याय और 10वां पद. वो 2रा अध्याय और 10वां पद ये बताता है कि उस समय में भी किस प्रकार युवाओं के मध्य होने वाले आज के प्रकार की इन सभाओं का महत्व कितना होना चाहिए. संयमी बनने के लिए, धार्मिक बनने के लिए युवाओं में क्या क्या होना चाहिए को बताने वाला एक वचन न्यायों 2:10 है. ആ വാക്യം ഇങ്ങനെയാണ്: പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു, അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. वो वचन इस प्रकार कहता है कि उस पीढ़ी के सब लोग भी अपने अपने पितरों में मिल गए, और उसके बाद जो दूसरी पीढ़ी हुई उसके लोग न तो यहोवा को जानते थे, न उन कामों को जो उसने इस्राएल में किए थे. ദൈവത്തെയും ദൈവം ചെയ്ത പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ, അനദർ ജനറേഷൻ ഉണ്ടായി എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. न्यायों की किताब में हम देखते हैं कि परमेश्वर को और परमेश्वर के कामों को नहीं जानने वाली एक अलग पीढ़ी, अनदर जनरेशन वहां पर उत्पन्न होती है. ദൈവത്തെ അറിയാത്ത, ദൈവപ്രവർത്തികളെ അറിയാത്ത, മാതാപിതാക്കളെ ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴികളെ അറിയാത്ത, മാതാപിതാക്കൾക്ക് അത്ഭുതങ്ങളുടെ പരമ്പരകൾ തീർത്ത് അവരുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒക്കെയായി അവരെ പരിപാലിച്ച ഒരു ദൈവത്തെ മറന്നുപോയൊരു തലമുറയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്.
यहाँ पर हम इस प्रकार की एक पीढ़ी को देख सकते हैं, न तो वो परमेश्वर को जानती है, न परमेश्वर के कामों को जानती है। जब माता पिताओं के सामने सकेतियां आई, बुरी बातें आई, तो उनके मध्य में किए गए परमेश्वर के चमत्कारों तक को नहीं जानने वाली, इतना ही नहीं भूलने वाली एक पीढ़ी के बारे में हम यहाँ देखते हैं। മോശയെ അറിയാത്തൊരു തലമുറ, യോശുവയെ അറിയാത്തൊരു തലമുറ, അഹരോനെ അറിയാത്തൊരു തലമുറ, എലയാസറിനെ അറിയാത്തൊരു തലമുറ, ആത്മീകമായിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള കാര്യപരിപാടികളെയും പരിഗണിക്കാത്തൊരു തലമുറ. അറിയാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിഗണിക്കുന്നില്ല. പിതാക്കന്മാർ ഓതിക്കൊടുത്ത ആത്മീകതയെ അംഗീകരിക്കാതെ അനുസരണം കെട്ട ഒരു തലമുറ. അവരെ കുറിച്ച് പറയുന്നത് വേറൊരു തലമുറ എന്നതാണ്. मूसा को नहीं जानने वाली पीढ़ी, हारून को नहीं जानने वाली पीढ़ी, एलियाजर इत्यादि अगुओं को नहीं जानने वाली पीढ़ी। जानने का मतलब जानने के बावजूद भी उसको महत्व नहीं देने वाली एक पीढ़ी के बारे में हम इस वचन के अंदर देख सकते हैं। അറിയാതിരിക്കാൻ ന്യായമില്ല. കാരണം ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ ഇത് ഉപദേശിക്കണം. അവര് വീട്ടിലിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഇതിന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രമാണമാ. അതുകൊണ്ട് പിതാക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന, മാതാക്കൾ പറഞ്ഞു കൊടുത്ത ആത്മീയതയിൽ നിലനിൽക്കുവാൻ കഴിയാതെ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് മാറിപ്പോയൊരു തലമുറയെ നമുക്ക് കാണാൻ കഴിയുക. इस बात की कोई भी संभावना नहीं है कि उनको इसके बारे में जानकारी मिली ही न होगी, क्योंकि परमेश्वर ने खुद कहा था कि व्यवस्था को आप अपने बच्चों को, अपनी पीढ़ियों को दिन रात उनके बारे में बताते रहना, चलते सोते वक्त उनको सिखाते रहना। लेकिन इन्होंने क्या किया, इन सब को जानने के बावजूद भी बिना उसे ध्यान दिए, नजरअंदाज करके अपनी मर्जी के मुताबिक जीवन जीकर परमेश्वर की आज्ञाओं को भूलने वाली एक पीढ़ी उत्पन्न हो रही है। പുതിയ നിയമത്തിലെ മറ്റൊരു വാക്യം ഞാൻ തരുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 40. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 40-ാമത് വാക്യമാണ്. नए नियम का अगला भाग में വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. दूसरा जो नए नियम के किताब पुस्तकों में से प्रेरितों के काम के अंदर दूसरा अध्याय और उसके 40वें पद में हम इस प्रकार देखते हैं कि इन अपने आप को इस टेढ़ी जाति से बचाओ। വക്രതയുടെ തലമുറ, അതാണ് പുതിയ നിയമം നൽകുന്ന കാഴ്ചപ്പാട്. പുതിയ തലമുറയെ കുറിച്ച് പറയുന്നു, വക്രതയുള്ള തലമുറ. यहाँ पर टेढ़ी जाति अर्थात एक टेढ़ी पीढ़ी के बारे में परमेश्वर का वचन बताता है, जिससे हमें बचना है। വക്രത എന്ന പ്രയോഗത്തിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗം സ്കോലിയാസിസ് എന്ന ഒരു പ്രയോഗമാണ്. സ്കോലിയാസിസ് എന്നതാണ്. സ്കോലിയാസിസിൽ അകപ്പെട്ടു പോയൊരു തലമുറയാണ് ആധുനിക തലമുറ. यहाँ पर जो टेढ़ी शब्द है उसके लिए इस्तेमाल किया गया मूल शब्द स्कोलियासिस है, जिसका मतलब अपने लक्ष्य से भटक गई, अपने दिशाहीन हो चुकी एक पीढ़ी के बारे में है। പലതിനും ചിലതിനും കുരുങ്ങിപ്പോയ, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയ, ദൈവരാഹിത്യമുള്ള, ലക്ഷ്യബോധമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തെയാണ് സ്കോലിയാസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. स्कोलियासिस नामक इस शब्द का अर्थ ये है कि जो परमेश्वर ने जो लक्ष्य रखा था उसमें से भटक गए, उनके सामने कुछ भी नहीं हुआ, विचलित होकर अपने मन के अनुसार जहां चाहो जाने की चाह रखने वाले, चलने वाले लोगों को, पीढ़ी को इस शब्द के द्वारा बताया गया है। അഴിച്ചെടുക്കുവാൻ നമ്മൾ ആവത് പരിശ്രമിച്ചാലും അഴിച്ചെടുക്കുവാൻ ആവാത്ത വിധം കുരുങ്ങിപ്പോയ അവസ്ഥയ്ക്കാണ് സ്കോലിയാസിസ് എന്ന് പറയുന്നത്. स्कोलियासिस का अर्थ एक ये भी है कि हम जितना खोलने की कोशिश करते हैं वो उतना ही उलझता चला जाता है, खुलने का नाम तक नहीं ले पा रहा। മറ്റൊരർത്ഥം കൊടുത്തിരിക്കുന്നത് എത്ര കഴുകിയാലും വെടിപ്പാകാത്ത വിധം അശുദ്ധമായി പോയ അവസ്ഥ, അതാണ് സ്കോലിയാസിസ് എന്ന് പറയുന്നത്. स्कोलियासिस एक और अर्थ बताता है कि हम चाहे जितना भी उसको धो लें, साफ करने की कोशिश कर लें, साफ नहीं होगा, शुद्ध नहीं होगा। സ്കോലിയാസിസിന് മറ്റൊരർത്ഥമുണ്ട്, എത്ര ശ്രമിച്ചാലും നിവർത്താനാവാത്ത വിധം വളഞ്ഞുപോയത് എന്നതാണ്. അപ്പൊ ഈ നിലയിൽ ആയിപ്പോയതാണ് ആധുനിക തലമുറയുടെ ഒരു ഗതികേട്. और स्कोलियासिस का एक और अर्थ है कि ये ऐसे मुड़ गया कि कितनी भी कोशिश करें इसको सीधा नहीं कर सकते। एक ऐसी टेढ़ी पीढ़ी के बारे में
ये शब्द हमको बताता है। ലഹരി പദാർത്ഥങ്ങൾക്കും അതേപോലെ നിയമവിരുദ്ധ ലൈംഗികതയ്ക്കും മറ്റു തരമായ ദോഷപ്രവൃത്തികൾക്കും ഭീകരവാദത്തിനും തീവ്രവാദത്തിനും മതമൗലികവാദത്തിലുമൊക്കെ അടിമപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന ഒരു തലമുറ, അതാണ് വക്രതയുള്ള തലമുറ. നമ്മുടെ തലമുറ ആരും അതിൽ പെട്ടുപോകാതിരിക്കാനാണ് ഈ യൂത്ത് ക്യാമ്പിനെ നമ്മൾ ക്രമീകരിക്കുന്നത് എന്ന് നമ്മൾ അറിയാം. नशे की आदत हो या फिर वचन विरुद्ध, प्रकृति विरुद्ध लैंगिक संपर्क हो, नैतिकता से परे जिंदगी हो, उग्रवाद या आतंकवाद हो, इस प्रकार कही गई देखी जाने वाली अनगिनत समस्याओं में उलझा पड़ा हुआ एक नौजवान है। और हमारी इन सभाओं के प्रति मकसद यही है कि हमारे बच्चे, हमारे युवा इनमें से किसी में भी फंसने वाले नहीं, निकलकर बाहर आने वाले बच्चे बन जाएं। ജനിപ്പിച്ച മാതാപിതാക്കളുടെ താല്പര്യം നിവർത്തിക്കാൻ കഴിയാതെ അവർക്ക് തലവേദനയായി സമൂഹത്തിന് സഹിക്കാനാവാത്ത വിധത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്ക് ലോകത്തിന്റെ എല്ലാ കോണുകളിലും കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ വഴിക്ക് നീങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ആത്മീയമായ സമ്മേളനം നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതാണ് ഇതിന്റെ പിന്നിലെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് നാം അറിയണം. जन्म देने वाले माता पिताओं की बात नहीं मानने वाले, अपने ही मन के अनुसार चीजों को कर कर उनके लिए सिरदर्द बढ़ाने वाली कितनी ही पीढ़ियों को हम देख सकते हैं। ऐसा हमारे बच्चे नहीं बनने पाए, इसी मकसद के साथ इस प्रकार की सभाओं का आयोजन हम करते रहते हैं। കുഞ്ഞുങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു, നിങ്ങൾ രണ്ട് പ്രബല ശക്തികളുടെ ഇടയിലാണ് നിൽക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ ശക്തികളുടെ ആകർഷണത്തിൽ നിങ്ങൾക്ക് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. बच्चों को बताऊं, आप और हम सब दो प्रकार की महान शक्तियों के बीच में खड़े हुए हैं और कोई भी किसी भी तरफ हमको खींच रखने की क्षमता रखता है। ഒന്നാമത്തെ ശക്തി നമുക്ക് വേണ്ടി പ്രാണൻ തന്ന രക്തമൂറ്റിയ നസറനായിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വീണ്ടെടുപ്പുകാരന്റെ രക്ഷാനായകന്റെ ഒരു വലിയ ആകർഷണം നിങ്ങളെ കർത്താവിന് വേണം, കർത്താവ് ഇങ്ങോട്ട് പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ. രണ്ടാമത് മറ്റൊരു ശക്തി അപ്പുറത്തു നിന്ന് നിങ്ങളെ അങ്ങോട്ട് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഈ ലോകവും ജഡവും പിശാചും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു വലിയ ഫോഴ്സാണ്. तरफ जो एक हमें शक्ति जो हमें खींचता है, अपनी ओर आकर्षित करता है, वो हमारा प्राणनाथ, हमारे लिए अंतिम लहू को बनाने वाले हमारे उद्धारकर्ता प्रभु यीशु मसीह हैं, जो अपने प्रेम के आकर्षण में हमें अपनी ओर खींचते हैं। तो उसके बिल्कुल विपरीत एक और शक्ति है जो अपनी ओर हमें खींचती है, वो संसार है, शरीर है, शैतान है, जो अपनी ओर आकर्षित कर हमें फंसाने की कोशिश करती रहती है। രണ്ട് വാക്യങ്ങളിലൂടെ ഞാനത് നിങ്ങൾക്ക് ബോധ്യമാക്കാൻ ആഗ്രഹിക്കുകയാണ്. സോങ് ഓഫ് സോങ്സ്, ഉത്തമഗീതങ്ങളുടെ പുസ്തകം, അതിന്റെ 7-ാം അധ്യായം 11-ാമത് വാക്യത്തിൽ പറയുന്നു, എന്റെ പ്രിയന്റെ ആഗ്രഹം എന്നോടാകുന്നു. तो मैं 2 वचन बताकर साबित करना चाहूंगा। श्रेष्ठ गीत 7:11 इस प्रकार कहता है कि मेरे प्रिय की चाहत लगाव मुझ में है। എന്റെ പ്രിയന്റെ ആഗ്രഹം എന്നോടാകുന്നു, എന്നെ തന്റേതാക്കി മാറ്റുവാൻ, വേറെ ആർക്കും വിട്ടുകൊടുക്കാതെ എന്നെ തന്റേതാക്കി മാറ്റുവാൻ എന്റെ പ്രിയൻ എന്നെ ആഗ്രഹിക്കുന്നു. എല്ലാ യുവജനങ്ങളും അത് അറിഞ്ഞിരുന്നേ പറ്റുകയുള്ളൂ. मेरे प्रिय की चाहत मेरे प्रति है, वो मुझे अपना बनाना चाहता है, वो मुझे छोड़ना नहीं चाहता, मुझे अलग नहीं करना चाहता है। हर एक नौजवान इस बात को गांठ बांध ले। എന്റെ പ്രിയന്റെ രൂപത്തിൽ ഞാൻ ആയിത്തീരണം, എന്റെ പ്രിയന്റെ സംസ്കാരത്തിൽ ഞാൻ ആയിത്തീരണം, എന്റെ പ്രിയന് വേണ്ടി മാത്രം ഞാൻ ആയിത്തീരണം, അവന്റെ വചനവാഹിയായി ഞാൻ മാറണം. അതാണ് എന്റെ പ്രിയൻ എന്നെ കുറിച്ചുള്ള ആഗ്രഹം. और वो प्रिय मुझसे चाहता है कि मैं उसके रूप जैसा बनूं, मैं उसके संस्कार जैसा बनूं, मैं उसके वचन को लेकर चलने वाला बनूं और मैं केवल उसका ही बना रहूं। അതാണ് നമ്മുടെ മേലുള്ള ഒന്നാമത്തെ ഒരു ആഗ്രഹം, ഒന്നാമത്തെ ഒരു ശക്തി എന്ന് നാം അറിയണം. वो पहली शक्ति है, पहली इच्छा है जो प्रभु हम पर हमारे प्रति रखना चाहता है। ഈ രണ്ടാമത്തെ ശക്തി ഏതാണെന്ന് അറിയാമോ? ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 7 ആണ്
അത് പാപത്തിന്റെ ആഗ്രഹമാണ്. और दूसरी शक्ति कौन सी है? उत्पत्ति 4:7, वो पाप की इच्छा है. പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് യഹോവയായ ദൈവം കയീനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. वहां पर हम देख सकते हैं कि यहोवा परमेश्वर कैन से कहता है कि पाप की इच्छा तेरे ऊपर है, तेरे प्रति है. രണ്ട് ആഗ്രഹങ്ങളുടെ ഇടയിലാണ് യൗവനക്കാരൻ യൗവനക്കാരി എന്ന് നാം തിരിച്ചറിയണം. और हमें यह पहचानना है कि इन दोनों इच्छाओं के आग्रहों के बीच में एक युवक है, एक युवती है. നിന്റെ ശരീരത്തെ, നിന്റെ സൗന്ദര്യത്തെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ സാമ്പത്തിക ശേഷിയെ, നിന്റെ സ്മാർട്ട്നെസ്സിനെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പാപമെന്ന ശക്തി ആഗ്രഹിക്കുമ്പോൾ നിന്നെ മൊത്തത്തിൽ കർത്താവിന് പ്രയോജനമാക്കാൻ നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആഗ്രഹിക്കുന്നു. രണ്ടാഗ്രഹങ്ങളുടെ ഇടയിൽ നാം നിൽക്കുമ്പോൾ ഏതിലേക്കാണ് നമ്മൾ ചായുക, ഏതിനാണ് നമ്മൾ വിധേയപ്പെടുക, അതിനുള്ള ഒരു തീരുമാന ശേഷിയിലേക്ക് വരാനാണ് ഈ യൂത്ത് ക്യാമ്പ് നടത്തുന്നത് എന്ന് ഇതിനകത്തെ ഓരോ ഡെലിഗേറ്റ്സും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം. हमारे शरीर को, हमारी सुंदरता को, हमारी तंदुरुस्ती को, हमारे अंदर की काबिलियत को अपनी और बुराई की ओर खींचने के लिए कोशिश करने वाली जब एक इच्छा एक तरफ है, तो दूसरी तरफ हमारा प्रभु हमें इन सब से बचाकर अच्छाई की ओर खींचने की इच्छा रखता है. और हर नौजवान और नव युवती ये जान ले कि इन दो इच्छाओं में से हमें किस ओर जाना है, उसका निर्णय लेने के लिए ये सभाएं, यहां पर हो रहा ये युद्ध कैंप हमारे लिए एक सही जरिया बन जाए. ആ വിഷയം നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ പതിയേണ്ടതിന് ഉപകരിക്കുന്ന ഒരു വേദവാക്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് തീത്തോസിന്റെ ലേഖനത്തിലൂടെ നമുക്ക് നൽകി തന്നത്. യൗവനക്കാർ സുബോധമുള്ളവരായിരിക്കുക. और इन्हीं सभी बातों को हमारे मन के अंदर बिल्कुल संगठित कर डालने के लिए परमेश्वर के वचन का भाग तीतुस 2:6 के द्वारा हमें बताता है कि हर नौजवान सुबोधशील अथवा संयमी बना रहे. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ നിജപുത്രന്മാർ രണ്ടുപേരാണ്, തീത്തോസും അതേപോലെ തിമോത്തിയോസും. पौलुस के दो अपने पुत्र हैं, निज पुत्र हैं, तिमोथियुस और दूसरा तीतुस. താൻ വളർത്തി വലുതാക്കിയ, തട്ടിത്തലോടി തഴുകി ആത്മീയ മണ്ഡലത്തിൽ തനിക്ക് പകരമായി നിൽക്കേണ്ടതിനു വേണ്ടി വളരെ ആത്മഭാരത്തോടെ വളർത്തിക്കൊണ്ടുവന്ന രണ്ടുപേർക്ക് വേണ്ടി താൻ 3 ലേഖനം എഴുതുന്നുണ്ട്. ആ 3 ലേഖനങ്ങളെയാണ് ഇടയലേഖനങ്ങൾ, വൈദിക ലേഖനങ്ങൾ, പാസ്റ്റേഴ്സ് എപ്പിസ്റ്റൽസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. और खुद लालन पालन कर आत्मिकता के अंदर अपने ही समान बनाने के लिए हर प्रकार की परवरिश को देखकर इन दोनों को जब वो पौलुस बढ़ा रहा होता है तो उनके लिए लिखी गई 3 पत्रियां हैं. और जिन पत्रियों को हम गडरियों की, चरवाहा पत्री इत्यादि, पासवानों की पत्री इत्यादि के नाम से हम जानते हैं. ചെറുപ്പക്കാരാണ് അവർ. ലോകത്തിന്റെ തിന്മകളിലേക്ക് ഇറങ്ങിപ്പോയി ക്രിസ്തീയ സുവിശേഷത്തിന് ആക്ഷേപം വരാതിരിക്കേണ്ടതിന്, നിരപവാദ്യരായി നിലകൊള്ളേണ്ടതിന് അവർക്ക് വേണ്ടി എഴുതിയ 3 ലേഖനങ്ങൾക്ക് 3 പ്രധാന പ്രമേയമുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വാക്യത്തിലേക്ക് വരാമെന്ന് ആഗ്രഹിക്കുകയാണ്. ये नौजवान हैं, जब ये सुसमाचार का प्रचार कर रहे होते हैं तो सुसमाचार के ऊपर, उसकी छवि के ऊपर किसी भी प्रकार का लांछन आने से बचाने के लिए, किसी भी प्रकार से उसको कुरूप करने से बचाने के लिए उनके लिए आवश्यक निर्देशों को देने वाली 3 पत्रियां हैं. और इन तीनों पत्रियों का अपना अपना विषय है. उसके बारे में भी बताकर मैं अपने मुख्य विषय में प्रवेश करना चाहूंगा. 3 പ്രധാന ആശയങ്ങൾ. ഒന്നാമത്തേത് പ്രൊട്ടക്ട് ദ ഗോസ്പൽ, രണ്ടാമത്തേത് പ്രൊക്ലെയിം ദ ഗോസ്പൽ, മൂന്നാമത്തേത് പ്രാക്ടീസ് ദ ഗോസ്പൽ. ഇത് 3മാണ് യഥാക്രമം 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്ന 3 ലേഖനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 3 प्रकार का विषय है. जो पहला, यदि हम कहें, प्रोटेक्ट द गॉस्पेल, सुसमाचार को सुरक्षित रख. दूसरा, प्रोक्लेम द गॉस्पेल, सुसमाचार का प्रचार कर. और तीसरा, प्रैक्टिस द गॉस्पेल, सुसमाचार का अभ्यास कर. ये इन्हीं क्रमों के अंदर पहला, दूसरा तिमुथियुस और तीतुस हमें बताते हैं. ഈ 3 കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിരുപാധികമായി, അൺകണ്ടീഷണലായി നാം ഏറ്റെടുക്കാൻ കഴിയുമ്പോഴാണ്
ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ മാതാപിതാക്കൾക്ക് പ്രസാദമായി, സഭയ്ക്ക് പ്രസാദമായി, സമൂഹത്തിന് പ്രസാദമായി ജീവിക്കാൻ നമുക്ക് കഴിയുക. और जब हम इन विषयों को, इन स्वभावों को बिना किसी शर्त आधारित तरीके से अपने जीवन में लागू करते हैं, तब हम अपने माता पिता के सामने, कलीसिया के सामने, समाज के सामने, परमेश्वर के सामने उसको भावता हुआ जीवन जीने में सक्षम हो पाते हैं. പത്രത്തിനു വേണ്ടി മാത്രമുള്ള ലേഖനമല്ല ഇത്. യുവത്വത്തിൽ ദൈവപ്രസാദ യോഗ്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് യുവാവിനും യുവതിക്കും ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ആത്മീക മൂല്യങ്ങളുടെ, സാരോപദേശങ്ങളുടെ അനുഗ്രഹിത പ്രബന്ധങ്ങളാണ് ഈ 3 ലേഖനങ്ങളും എന്ന് നാം അറിയേണ്ടതുണ്ട്. ये केवल पासवानों के लिए लिखी गई पत्रियां नहीं है, हर एक उस युवा के लिए जो बिल्कुल नया प्रभु में बढ़ रहा है, उन सबों के लिए, हर युवक और युवती के लिए जो प्रभु के समान बढ़ने में और हर प्रकार का सामना कर उन्नति करने की इच्छा रखना चाहता है, ऐसों के लिए लिखी गई पत्रियां हैं ये तीनों पासवानीय पत्रियां. ഈ 3 ലേഖനങ്ങൾക്കും കൂടെ ഒരു ഒറ്റ പ്രമേയം പറഞ്ഞാൽ ഹൗ ടു വർക്ക് ഇൻ ദ ചർച്ച് എന്ന് നമുക്ക് കാണാൻ കഴിയും. സഭയിൽ യുവതി യുവാക്കന്മാർ എങ്ങനെ വർത്തിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 14-15 വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. यदि हम तीनों पत्रियों को एक शीर्षक या विषय देना चाहें तो वो ये रहेगा कि कलीसिया में एक युवक का कर्तव्य क्या रहे, कैसे वो बढ़े, क्या कार्य करे, उसकी जिम्मेदारी क्या हो, ये सब हम पहले तीमुथियुस 3रा अध्याय और उसके 14 और 15 के अंदर भी इन विषयों को हम देख सकते हैं. ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദേവാലയത്തിൽ എങ്ങനെ നടക്കണമെന്നുള്ളത് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇത് എഴുതുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. 3-15 വാക്യം. यहाँ पर 3-15 पहले तीमुथियुस इस प्रकार कहता है कि जीवते परमेश्वर की कलीसिया के अंदर तेरा बर्ताव कैसा होना चाहिए, इसे बताने के लिए मैं ये पत्री तुझे लिख भेजता हूं. ആകയാൽ തീത്തോസിനോട് പറയുന്ന യുവജനങ്ങൾ എല്ലായ്പ്പോഴും സോബർ മൈൻഡ് ആയിരിക്കണമെന്ന് പറയുന്ന ഉപദേശത്തിന് വളരെ പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. और इसी प्रकार तीतुस को कहे गए कि तू सब बातों में संयमी रहे, सुबोधी रहे. तो आज के समय में इन सभी चीजों के पढ़ने के आधार पर उसका महत्व है, उसी के बारे में हम പഠന शुरू कर रहे हैं. സോബർ മൈൻഡ് എന്ന പ്രയോഗത്തിന്റെ വിഷയ വിശകലനമാണ് ഇനി നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. हम सुबोधी बनने अथवा संयमी बने रहने के विषय के ऊपर कुछ बातों को, अवलेषणों को आपके सामने हम रखना चाहेंगे. എന്താണ് സുബോധമുള്ളവരായിരിക്കുക എന്ന പ്രയോഗം കൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത് എന്നുള്ളതിന് 2 വാക്യങ്ങൾ, പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം, പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം ഇനിയും നൽകി തന്നുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. यहाँ पर संयमी जो शब्द है, सुबोधी बनने के बारे में जो परमेश्वर कहता है, तो वो परमेश्वर क्यों कह रहा है, इस बात को बताने के लिए पुराने और नए नियम में से एक-एक वचन का भाग बताकर मैं अपने विषय को आगे बढ़ाना चाहूंगा. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വാക്യങ്ങൾ തരുന്നത് ചിലര് പറയുന്നത് പഴയ നിയമം വേണ്ട എന്നൊക്കെയാണ് പറയുക, പുതിയ നിയമം മാത്രം മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. ഉപദേശ വിഷയങ്ങൾ രണ്ടിടത്തും ഉള്ളതിനെ നാം അങ്ങനെ തന്നെ ചേർത്ത് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സോബർ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന് പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം, പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം നൽകാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലെ വാക്യം ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 3-ാമത് വാക്യമാണ്. पुराने नियम और नए नियम में दोनों में से मैं क्यों वचन का भाग दे रहा हूं, उसके पीछे का मकसद यही है. कई लोग मानते हैं कि हमें पुराने नियम की आवश्यकता नहीं है, केवल नए नियम ही हमको आवश्यक है. लेकिन हम जब उपदेशों को सीखते हैं तो हमें पुराना और नए नियम दोनों को मिलाकर हमें सीखने की आवश्यकता है. इसीलिए पुराने और नए नियम में से एक-एक वचन का भाग पुराने नियम का भाग है. दानियेल की किताब 6वां अध्याय और उसका 3रा पद. ദാനിയേൽ 6-ന്റെ 3-ാമത് വാക്യത്തിൽ ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു പ്രയോഗം അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു എന്നുള്ളതാണ്.
यहाँ पर जब हम दानियल के बारे में, दानियल 6 के 3 के अंदर उसके बारे में स्वभाव को देखते हैं, तो वहां लिखा हुआ है कि दानियल में उत्तम आत्मा रहती थी। ഉത്കൃഷ്ട മാനസം എന്ന പദം വേദപുസ്തകത്തിൽ അധികം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമല്ല. आत्मा नामक शब्द बाइबल में बार बार उपयोग किया जाने वाला शब्द नहीं है। ദാനിയേലിനെ കുറിച്ച് 3 വിശേഷപ്പെട്ടതായിരിക്കുന്ന ചിന്തകൾ, ദാനിയേൽ എന്ന ദൈവമനുഷ്യനെ കുറിച്ച് 3 യോഗ്യതകൾ പറയുന്ന ഒരു അധ്യായമാണ് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം. यदि दानियल 6 को देखते हैं तो उसके अंदर दानियल के बारे में बताने वाली 3 विशेषताओं के बारे में बताने वाला एक अध्याय है दानियल 6। ദാനിയേലിന്റെ ലൈഫ് സ്റ്റൈൽ, ദാനിയേലിന്റെ യൗവനകാലത്തിന്റെ എത്തിക്സുമായി ബന്ധപ്പെട്ട് 3 പ്രധാന ക്വാളിറ്റി പറയുന്ന ഒരധ്യായം 6-ാം അധ്യായം. 6-ാം അധ്യായം 3-ാം വാക്യം, 6-ന്റെ 4-ാം വാക്യം, 6-ന്റെ 22-ാമത് വാക്യം. और दानियल के स्वभाव को बताने वाले, उसकी दैनिक जिंदगी की नैतिकता को बताने वाली, खूबियों के बारे में बताने वाला अध्याय, और इस 6वें अध्याय के 3 पद, दानियल 6 का 3, 4 और 22वां पद। ഈ 3 പ്രയോഗങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഉത്കൃഷ്ട മാനസനായിരുന്നു, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. 3-ാം വാക്യത്തിൽ, 4-ാം വാക്യത്തിൽ പറയുന്നു താൻ എല്ലാറ്റിലും വിശ്വസ്തനായിരുന്നു. 22-ാം വാക്യത്തിൽ പറയുന്നു താൻ കുറ്റമില്ലാത്തവനായിരുന്നു. हम यहाँ पर देखते हैं पहली जो उसकी खूबी है उसमें उत्तम आत्मा रहती थी। दूसरी खूबी 4था अध्याय वो विश्वास योग्य था। तीसरी खूबी 22वां आयत वो निर्दोष था। ഈ 3 ക്വാളിറ്റി നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും സുബോധമുള്ളവരായി തീരാൻ കാരണമായി തീരും. यदि इन 3 गुणों को, खूबियों को हम अपने अंदर समावेश कर लें, अपनी बना लें, तो परिवार हो या समाज हो, हम एक अच्छा नमूना प्रदर्शित कर पाएंगे। ദൈവദാസന്മാർ നിരവധി പേരുണ്ടല്ലോ. ഈ 3 ക്വാളിറ്റിയെ നിങ്ങളുടെ സഭയെ പഠിപ്പിക്കാൻ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ദൈവപ്രസാദം ഉണ്ടാകാൻ അവൻ ഉത്കൃഷ്ടമാനസനാകണം, വിശ്വസ്തനാകണം, ആരുടെയും മുൻപിൽ കുറ്റമില്ലാത്തവനുമാകണം. परमेश्वर के कई दास लोग हमारे बीच में मौजूद है। मैं आप सबों से ये मैं अनुरोध करना चाहूंगा कि अपनी कलीसिया में इन गुणों के बारे में बताइएगा। परमेश्वर को प्रसन्न करने के लिए एक व्यक्ति के अंदर उत्तम आत्मा होनी चाहिए, विश्वास योग्य होना चाहिए, और वो निर्दोष अथवा निष्कलंक होना चाहिए। ഞാൻ ദൈവത്തിന് മുൻപാകെ കുറ്റമില്ലാത്തവൻ എന്ന ദാനിയേൽ 22-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നത് ഞാൻ തിരുമുൻപാകെയും ഒരു ദോഷം ചെയ്തിട്ടില്ല. അപ്പൊ ദൈവ മുൻപാകെയും കുറ്റമില്ലാത്തവൻ, രാജാവിന്റെ മുൻപാകെയും കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ സ്വർഗീയ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറ്റമില്ല, രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലും കുറ്റമില്ലാത്ത, അതാണ് ഉത്തമ പൗരൻ എന്ന് വിളിക്കാവുന്നത്. यहाँ पे जब दानियल कहता है कि परमेश्वर के समक्ष मैं जो निर्दोष पाया गया हूं, वो राजा को भी कहता है कि तेरे समक्ष भी मैं निर्दोष हूं। तो इसका मतलब क्या हुआ? वो परमेश्वर के सामने भी, मनुष्यों के सामने भी, परमेश्वर की स्वर्गीय आचार संहिता के सामने, अपने देश के आचार संहिता के सामने बिल्कुल सही साबित करने वाला एक उत्तम नागरिक, उस दानियल के गुण को हम वहां पर देख सकते हैं। ഇതാണ് ദാനിയേലിന്റെ എത്തിക്സ് എന്ന് നമ്മൾ തിരിച്ചറിയണം. और हमें ये पहचानना है कि दानियल की नैतिकता यही है। ഇനിയും ഉത്കൃഷ്ട മാനസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് സോബർ മൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. उत्तम आत्मा रखने का मतलब क्या है? वहीं पर संयमी, सुबोधी नामक शब्द आता है। ഉത്കൃഷ്ട മാനസം എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ പുതിയ നിയമത്തിലെ മറ്റൊരു വാക്യത്തിലേക്ക് നമ്മൾ വരണം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യമാണ്. और उत्तम आत्मा के एक और अर्थ को यदि हम जानना चाहते हैं तो हमें फिलिपियों की पत्री 1 अध्याय के 9वें पद की ओर आना पड़ेगा। അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. यहाँ पे हम इस पर വന്നിട്ട് നിങ്ങൾ
നിങ്ങളുടെ സ്നേഹം മേൽമേൽ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കാറാകണം. അതാണ് ഉത്കൃഷ്ട മാനസം. यहाँ पे इस प्रकार लिखा हुआ है कि तुम सब प्रकार के विवेक सहित बढ़ते जाओ और उत्तम से उत्तम बातों को आप जानकर प्रिय जानो. ഉത്കൃഷ്ട മാനസം എന്നുള്ളതിന് പുതിയ നിയമം കൊടുക്കുന്ന ഏറ്റവും വിശേഷമായിരിക്കുന്ന ഒരു വിശകലനമാണ് 1-ാം അധ്യായത്തിന്റെ ഈ 9-ാമത് വാക്യം. അപ്പോസ്തലനായ പൗലോസിന്റെ ആത്മിക ദർശനത്തിൽ താൻ നമുക്ക് കൈമാറുന്ന ഒരു ആത്മിക സംഗതിയാണ്. വേണ്ടതേതാണ്, വേണ്ടാത്തതേതാണ്, തള്ളേണ്ടതേതാണ്, കൊള്ളേണ്ടതേതാണ്. ഈ തിരിച്ചറിവ്, ഈ വീണ്ടു വിചാരം, ഈ അവയർനെസ്സിനെയാണ് ഉത്കൃഷ്ട മാനസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. आत्मा के बिल्कुल सही अर्थ को बिल्कुल अपने स्वर्गीय प्रकाशन में पाने के बाद में पौलुस 1 के 9 के अंदर हमें बताता है, और उसका सीधा अर्थ ये है, ये जांचना, ये परखना कि क्या चाहिए, क्या नहीं चाहिए, क्या लेना है, क्या नहीं लेना है. इसकी परख को पाने वाला व्यक्ति ही उत्तम आत्मा वाला व्यक्ति कहलाता है. ഇതാകാൻ നമ്മുടെ ഈ കോൺഫറൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ സന്ദേശത്തിനിടയിൽ വളരെ കാര്യമായി പ്രാർത്ഥിക്കുകയാണ്. और मैं इसी मेरे प्रचार के दौरान आपके लिए मैं तहे दिल से प्रार्थना करता हूं कि ऐसा बनने के लिए यहां पर आए हुए हम में से हर एक को प्रभु बल दे पाए. വളരെ തിരിച്ചറിയുവാനുള്ള ഈ കഴിവ് നമ്മളെല്ലാവരും പ്രാപിച്ചെടുത്തേ മതിയാകുള്ളൂ. ये बात कभी ना हमें भूलना नहीं भूले कि हमें उत्तम आत्मा वाले बनना है. क्या चाहिए, क्या नहीं है, सही निर्णयों को, परख को पहचान कर हमें आगे जाने की आवश्यकता है. ഈ തിരിച്ചറിവിനെ കുറിച്ച് ഒരു 7 കാര്യങ്ങൾ അക്കമിട്ട് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് നിരത്താൻ ആഗ്രഹിക്കുകയാണ്. സുബോധം ലഭിക്കപ്പെട്ടാൽ ആ വ്യക്തി അറിയേണ്ട 7 പ്രധാന കാര്യങ്ങളുണ്ട്. അവയെ ഓരോന്നായി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. व्यक्ति जिसको ये सुबोध मिल गया है, जो संयमी है, इन बातों को पहचानने के लिए 7 बातें होनी चाहिए जिनके बारे में मैं आपको बताना चाहता हूं. ഒന്നാമത്തേത് ഞാൻ ആരാണ് എന്നുള്ള ആ തിരിച്ചറിവാണ്. चीज उसमें क्या है, ये पहचान कि मैं कौन हूं. ഞാൻ ആരാണ് എന്ന് പലപ്പോഴും യുവതി യുവാക്കന്മാർക്ക് അറിയാതെ പോകുന്നത് കൊണ്ടാണ് പലതിലും ചിലതിലും അവർ ചെന്ന് അകപ്പെട്ട് കുരുങ്ങി പോകാനിടയാകും. क्योंकि युवाओं को, युवतियों को पता नहीं रहता है कि मैं कौन हूं, वो कई सारी जगहों पे जाकर उलझ जाते हैं. ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്, ഞാനൊരു ബോൺ അഗെയിൻ ആണ് എന്നൊക്കെയുള്ള വിചാരം രാത്രികളിലും പകലുകളിലും യാത്രകളിലും സ്വദേശത്തോ വിദേശത്തോ സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ ബിസിനസ്സിലോ വിദ്യാഭ്യാസത്തിലോ എവിടെയായാലും ഈ ഒരു വിചാരം, ഞാൻ ഒരു ബോൺ അഗെയിൻ ആണ് എന്ന വിചാരം നമ്മെ ഭരിക്കുമെങ്കിൽ നമ്മൾ യാതൊന്നിലും കുരുങ്ങിപ്പോകയില്ല. ഉത്കൃഷ്ട മാനസമായി നമുക്ക് നിലകൊള്ളാനിടയാകും. मैं परमेश्वर का जन हूं, मैंने उद्धार पाया है, मैं बच निकला हूं, मैं मुक्ति पा चुका हूं. ऐसा यदि हमारे मन में हमेशा बना रहे, तो चाहे हम देश में हो, विदेश में हो, यहां हो या दूर हो, जिस भी जगह पर हो, ये विचार, ये पहचान हमें उत्तम आत्मा बनाए रखने में सहायक सिद्ध होता है. ഞാനൊരു ദൈവ പൈതലാണ് എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മകളാണ്, മകനാണ്, ഞാനൊരു സഭയുടെ അംഗമാണ്, ഞാന് കർത്താവിന്റെ ശരീരത്തോടും രക്തത്തോടും ഏകീഭവിച്ച ഒരു വ്യക്തിയാണ്, ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്നിൽ അധിവാസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന ആ ബോധ്യമാണ് നമുക്ക് ഉണ്ടാക്കുന്ന ഈ ഉത്കൃഷ്ട മാനസം.
मैं एक परमेश्वर का जन हूं, परमेश्वर का बच्चा हूं। इसके साथ साथ मैं एक परमेश्वर का भय मानने वाले माता पिता का बच्चा हूं। मैं एक कलीसिया का अंग हूं। मैंने बपतिस्मा पाया हुआ है। प्रभु यीशु मसीह के लहू के द्वारा मैं छुड़ाया गया हूं और मैं हमेशा उसकी परवरिश में रहता हूं। ये भाव यदि हमारे अंदर हमेशा बना रहे तो उत्तम आत्मा को बनाए रखने में वो സഹായക സിദ്ധ होता है। പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ ആരുടെയാണ് എന്നുള്ളതാണ്. ഞാൻ ആരുടേതാണ്. विचार मैं किसका हूं ये भाव पता होना चाहिए. നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയേണ്ടതുണ്ട്. നമ്മൾ ലോകത്തിൻ്റെതല്ല, നമ്മൾ പിശാചിൻ്റെതല്ല, നമ്മളൊരു ജനസംഘ ശക്തിയുടേതല്ല, നമ്മളൊരു മതത്തിൻ്റെതല്ല, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല. നാം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിന്റെ സ്വന്തമാണ്. We belongs to Jesus. ഈ ഒരു തത്വം നമ്മിൽ ആഴത്തിൽ പതിയാൻ കഴിയുമ്പോൾ ഉത്കൃഷ്ടമാനസമായി ജീവിക്കാൻ നമുക്കിടയാകും. मैं किसका हूं? मैं किसी धर्म का नहीं हूं, मैं किसी राजनीतिक पार्टी का नहीं हूं, मैं किसी संगठन का नहीं हूं, मैं संसार का नहीं हूं, मैं शैतान का नहीं हूं, लेकिन मैं प्रभु का हूं, मुझे बचाने वाले प्रभु का हूं। यदि ये भाव मेरे अंदर बना रहता है तो मैं उत्तम आत्मा को बनाए रख पाता हूं। രാജകൊട്ടാരത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം രാജാവിന്റെ ഡൈനിങ് ഹാളിൽ വിളമ്പി വെച്ചിട്ട് ദാനിയേൽ അടക്കമുള്ള സുഹൃത്തുക്കളോട് കഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവര് പറയുന്നു, ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ. എന്തുകൊണ്ടാണ്? അവർ ആരുടേതാണെന്ന ബോധ്യം അന്യരാജ്യത്വം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ എന്നവർക്ക് പറയാൻ കഴിയുന്നത്. ആ ഒരു തിരിച്ചറിവ്, അതാണ് ഉത്കൃഷ്ട മാനസം, അതാണ് സോബർ മൈൻഡ് എന്ന് പറയുന്നത്. राजा के महल के अंदर बनाकर उनके सामने रखे गए राज्य की भोज को देखने के बावजूद जब सब लोगों ने उसे खाना शुरू किया तो दानियल उनके साथियों ने कहा कि हम इसे नहीं ले सकते। और वो क्यों कह पाए? क्योंकि उन्हें पता था कि वो किसके हैं। इसीलिए चाहे वो विदेश में हो, चाहे वो प्रवास में हो, उन्होंने ऐसा निर्णय ले पाए क्योंकि वो संयमी थे, सुबोध की आत्मा से भरे हुए थे। കർത്താവിൻ്റെതാണ് എന്നുള്ളത് ഒരു കാലത്തും നമ്മിൽ നിന്ന് മറന്നു പോകേണ്ടതല്ല. തിളക്കമാർന്ന നിലയിൽ നമ്മളുടെ സ്മരണയിൽ നാം ഓർത്തിരിക്കേണ്ടതും അതിനനുസൃതമായി ജീവിക്കേണ്ടതുമാണ്. न भूले कि हम मसीह के हैं। ये एक ऐसी बात होनी चाहिए, वो बिल्कुल एकदम स्फुटित हमारे मन में हमेशा प्रतिबिंबित रहे कि मैं प्रभु का हूं और यही हमें चलाता रहे। കർത്താവിനുള്ളവരെ എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? ആരാണ് കർത്താവിനുള്ളതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യമാണ് അതിന്റെ വ്യക്തമായ തെളിവ്. पता चलेगा कि हम मसीह के हैं। एक व्यक्ति यदि मसीह का है तो उसका स्वभाव कैसा, किस प्रकार पता चलता है, उसके बारे में गलातियों की पत्री 5वां अध्याय 24वां पद हमें स्पष्ट बताता है। യൂത്ത് എത്തിക്സ് എന്ന വിഷയത്തിൽ നമുക്ക് മാറ്റിവെക്കാനാവാത്തൊരു വാക്യമാണ് 24-ാം വാക്യം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നതാണ്. यहाँ पे नौजवान और नैतिकता नामक जब इस विषय पर बात चल रही है तो ऐसे मामले में भी एक ऐसा स्वभाव है जो 24वें पद में लिखा हुआ, जिसे हम कभी भी हमसे हटा नहीं सकते। वो ये कि उन्होंने अपने शरीर को उनकी अभिलाषाओं समेत क्रूस पर चढ़ा दिया। അപ്പൊ നാം ക്രിസ്തുവിനുള്ളവരാണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ വിചാര വികാരങ്ങളെ ക്രൂശിച്ചവരാകണം. അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിനുള്ളവർ. ആ ഒരു ബോധ്യം നമ്മെ ഭരിച്ചേ പറ്റുകയുള്ളൂ. और यदि हम मसीह के हैं तो ये बहुत ही जरूरी है कि हम हमारे शरीर की सारी अभिलाषाओं को मसीह के साथ क्रूस पर चढ़ा दें, तभी हम उसके कहलाएंगे। ഒന്നാമത്തേത് ഞാൻ ആരാണ്, രണ്ടാമത്തേത് ഞാൻ ആരുടെയാണ്, മൂന്നാമത്തേത് ഞാൻ എന്താണ് എന്ന് ചിന്തിപ്പാൻ കഴിയണം. और पहला हमने देखा कि मैं कौन हूं, दूसरा हमने देखा मैं किसका हूं, और तीसरा विचार ये है कि मैं क्या हूं। ഞാൻ എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തമമായ മറുപടി ബൈബിൾ പറയുന്നു, know ye not that you are the temple of God.
क्या हूं का बिल्कुल सही उत्तर बाइबल स्पष्ट बताती है कि क्या तुम नहीं जानते कि तुम परमेश्वर का मंदिर हो। ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ എനിക്ക് എങ്ങനെ ലഹരി പദാർത്ഥത്തിലേക്ക് പോകാൻ പറ്റും? ദൈവത്തിന്റെ മന്ദിരമാണ് ഞാനെങ്കിൽ എനിക്ക് എങ്ങനെ കള്ളു കുടിക്കാൻ പറ്റും? ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ എങ്കിൽ എനിക്ക് എങ്ങനെ അന്യബന്ധങ്ങളിൽ ഏർപ്പെടാൻ പറ്റും? ദൈവത്തിന്റെ മന്ദിരമാണ് ഞാനെങ്കിൽ എനിക്ക് 24 മണിക്കൂറും എങ്ങനെ തിന്മയുടെ വെബ്സൈറ്റ് പരതാൻ പറ്റും? വാട്സപ്പ്, യൂട്യൂബ്, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാമിൽ അരുതരുതാത്തത് നോക്കി എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? കാരണം ഞാൻ കർത്താവിന്റെ ആലയമാണ്. यदि मैं परमेश्वर का मंदिर हूं तो मैं नशा कैसे कर सकता हूं, मैं शराब कैसे पी सकता हूं? यदि परमेश्वर का मैं मंदिर हूं तो गलत रिश्तों में, गलत संबंधों में कैसे पड़ सकता हूं? यदि मैं परमेश्वर का मंदिर हूं तो गलत साइटों में जाकर, व्हाट्सएप, ट्विटर इत्यादि में गलत संपर्कों में मैं कैसे फंस सकता हूं? यदि मैं परमेश्वर का मंदिर हूं तो मैं इनमें नहीं पड़ सकता। മന്ദിരത്തിന്, ദൈവത്തിന്റെ മന്ദിരത്തിന് അതിൻ്റെതായിരിക്കുന്ന പരിപാവനതയും പവിത്രതയും അനന്യതയും നീതിയും വിശുദ്ധിയുടെ തികവുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. बात समझे कि परमेश्वर के मंदिर की अपनी एक पावनता है, एक परिशुद्धता है, उसकी खुद की एक निष्कलंकता, निर्दोषिता है जो उसके अंदर दिखाई देनी चाहिए। മന്ദിരം അശുദ്ധമായി എന്ന് ആത്മാവ് നമ്മളെ ബോധ്യമാക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഒരു ചാട്ടവാറുമായി വന്ന് ഈ ആലയത്തെ ശുദ്ധീകരിക്കേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ. और यदि पवित्र आत्मा कहता है कि ये मंदिर गंदा हो चुका है तो हमें पवित्र आत्मा को अनुमति देनी होगी कि तू आ, अपना कोड़ा बना और मुझे साफ कर। നാം ആലയമാണ് എങ്കിൽ ആരാധ്യൻ എപ്പോഴും ഈ ആലയത്തിൽ സ്ഥിരവാസമാകണം. यदि हम मंदिर हैं तो आराध्य जिसकी आराधना होती है वो हमेशा वास करने वाला हो। ഞാനൊരു വാക്യം നിങ്ങൾക്ക് നൽകാം. ആലയം എന്നുള്ള നിലയിൽ ഈ വാക്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ലെവിറ്റിക്കസ് ചാപ്റ്റർ 21:12 ആണ്. നാം ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് യഹോവയുടെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കരുത് എന്നൊരു കനത്ത പ്രമാണം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. मंदिर के मामले में मैं एक परमेश्वर के वचन का भाग बताना चाहूंगा जो आप लिख के रख लीजिएगा। लेव्य व्यवस्था 21:12 परमेश्वर के मंदिर को अशुद्ध करने की व्यवस्था किसी को नहीं दी गई है। യഹോവയുടെ വിശുദ്ധ മന്ദിരം വിട്ടുപോകരുത്, യഹോവയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. യഹോവയുടെ വിശുദ്ധ തൈലമായ അഭിഷേക സംസ്കാരം നിന്റെ മേലിരിക്കുന്നു. यहाँ पे उसके परमेश्वर के उस पवित्र मंदिर को छोड़कर न जाना, उसको अपवित्र न करना कहने के बाद वो कहता है कि वहीं के पवित्र अभिषेक के तेल का संस्कार भी हमेशा सदैव वहीं पर बना रहे। ക്രൗൺ ഓഫ് അനോയിൻമെന്റ്, ഞാനും ജോൺസൺ പാസ്റ്ററും ഡൽഹിയിൽ പലയിടങ്ങളിലും ക്രൗൺ ഓഫ് അനോയിൻമെന്റ് പ്രസംഗിച്ചിട്ടുണ്ട്. യൂത്ത്സിന് വേണ്ടി വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് അത് ആവർത്തിക്കുന്നു. നമ്മുടെ മേൽ കർത്താവ് ഒരു കിരീടം തന്നിട്ടുണ്ട്. അത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ വജ്രം കൊണ്ടോ അല്ല, പകരം അഭിഷേകത്തിന്റെ കിരീടമാണ്. അപ്പൊ ഞാൻ ആരാണ്? ഈ കിരീടം ധരിക്കപ്പെട്ടവനാ എന്ന ബോധ്യത്തോടെ നിൽക്കാൻ നമുക്ക് കഴിയണം. क्राउन ऑफ अनॉइंटमेंट, अभिषेक का एक मुकुट है। हमें कई मंचों पर प्रचार करने का मौका मिला है। हमारे पास में सोने का, हीरे का या रत्न जड़ित किसी और मुकुट का नहीं, हमको अभिषेक का एक मुकुट मिला है जो हमें पहनकर मैं कौन हूं के मामले में, क्या हूं के मामले में यह जानना है कि मैंने उस अभिषेक के मुकुट को पहन रखा है। മുക്കൂട്ട് തലയിൽ വെച്ചിരിക്കുന്നത് രാജാവും രാജ്ഞിയുമാണ്, അല്ലാതെ ഓട്ടോറിക്ഷ ഡ്രൈവർക്കല്ല. ഇവിടുത്തെ ചുമട്ടുതൊഴിലാളിക്ക് തലയിൽ കിരീടമില്ല. കിരീടമുള്ളത് ആർക്കാണ്? രാജാവിനും രാജ്ഞിക്കുമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെ ആരാക്കി മാറ്റിയിരിക്കുന്നു? രാജാക്കന്മാരും രാജ്ഞിമാരും രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ കർത്താവിനാൽ കിരീടം ധരിപ്പിക്കപ്പെട്ട വിശേഷമായ ഒരു വ്യക്തിയാണ് എന്ന ബോധ്യം നമ്മെ ഭരിക്കണം. और हमें पता है जो मुकुट धरते हैं वो रिक्शा चालक नहीं होते, मजदूर नहीं होते। मुकुट को रखने वाले लोग रानी और राजा होते हैं। तो मैं क्या हूं का उत्तर देने के लिए मैं ये बताऊं, हम सब लोग अभिषेक के मुकुटधारी परमेश्वर के राजकीय रानी और राजा लोग हैं।
ഈ കിരീടം ധരിച്ച രാജാവിനെ നമ്മൾ തട്ടുകടയിലൊന്നും കാണാൻ പറ്റത്തില്ല. കിരീടം ധരിച്ച രാജ്ഞിയെ നമ്മള് ഇങ്ങനെ ഏതെങ്കിലും ഇടവഴി പെരുവഴി വഴിയായിട്ട് നടന്നത് പോകുന്നത് കാണാൻ പറ്റില്ല. തലയിൽ കിരീടം വെച്ച രാജാവിന് നടക്കാൻ ഒരു രാജപാതയുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് വേറെയാണ്, റോയൽ സ്റ്റൈലാണ്. അവരാരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നില്ല. അവരുടെ ജീവിതം തികച്ചും വ്യത്യസ്തമാണ്, അത്ഭുതാവഹമാണ് എന്ന് നാം തിരിച്ചറിയണം. അതാകണം നമ്മുടെ ജീവിതം. അത് നാം മറന്നു പോകരുത്. हमें ये बात भी पहचाननी है, जिस प्रकार हम जानते हैं कि मुकुटधारी राजा जो होता है वो किसी ढाबे के सामने या किसी छोटी गलियों में ऐसे ही घूमता फिरता नहीं रहता है। उसको चलने के लिए एक राजपथ है, उसके रहने का एक राजभवन है, उसके तरीके की एक जीवन शैली है। वो उसी के मुताबिक अपना जीवन जी सकता है। हमको भी ऐसे पहचानना है, हमें ऐसे जीना है। അതുകൊണ്ട് നാം ദൈവത്തിന്റെ ആലയമാകയാൽ ഈ ആലയം അശുദ്ധമാകാതെ നാം സൂക്ഷിച്ചേ മതിയാകുകയുള്ളൂ. और क्योंकि हम परमेश्वर का मंदिर है, ये अति आवश्यक है कि हम इसको पवित्र बनाए रखें। കർത്താവിനെ അധിവസിപ്പിക്കുവാൻ പര്യാപ്തമായ നിലയിലുള്ള ഒരു വിശുദ്ധിയുടെ തികവ് നാം സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ. एक पवित्रता के ऐसे स्तर को हमको बनाए रखना जरूरी है कि परमेश्वर हम में सदा वास करता रहे। മൂന്ന് കാര്യങ്ങൾ നമ്മിൽ വസിച്ചേ പറ്റുകയുള്ളൂ. ഒന്ന്, കർത്താവ് നമ്മിൽ വസിക്കണം. രണ്ട്, ദൈവാത്മാവ് നമ്മിൽ വസിക്കണം. മൂന്ന്, ദൈവവചനം നമ്മിൽ വസിച്ചേ പറ്റുകയുള്ളൂ. बातें हमारे अंदर वास करें, हमारे अंदर प्रभु वास करे, परमेश्वर का आत्मा वास करे और परमेश्वर का वचन वास करे। ഈ മൂന്ന് അധിവാസങ്ങൾക്കും പര്യാപ്തമായ നിലയിൽ നാം എന്ന ആലയത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നതാണ് ഉത്കൃഷ്ട മാനസത്തിന്റെ അഥവാ സോബർ മൈൻഡിന്റെ അനുഭവം എന്ന് പറയുന്നത്. सुबोध या फिर संयमी बने रहने के स्तर को यदि हम यहां पर बताएं तो इन तीनों को रहने लायक एक जीवन को बनाकर जीना ही उत्तम आत्मा को पाकर जीने के समान है। ഈ നാലാമത്തെ ചിന്ത ഞാൻ പറയുന്നു, എന്റെ ദൗത്യം എന്താണ്? ഈ ഒരു അവബോധം നമ്മെ ഭരിക്കണം. സോബർ മൈൻഡിന്റെ നാലാമത്തെ ചിന്ത, എന്റെ ദൗത്യം എന്താണ്, വാട്ട് ഈസ് മൈ മിഷൻ എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. और उत्तम आत्मा के बारे में जो चौथा विचार बताना चाहूंगा वो ये है कि मेरा उत्तरदायित्व क्या है, मेरा मिशन क्या है। പലർക്കും അവരുടെ ദൗത്യം എന്താണ്, എന്റെ ലക്ഷ്യം എന്താ, ഞാൻ എന്താ നിറവേറ്റേണ്ടത്, ഞാൻ എന്താണ് നേടേണ്ടത്, ഞാൻ എവിടെയാ എത്തേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും ഒരു ബോധവുമില്ലാതെ മുൻപോട്ട് പോവുക. कईयों की जिंदगी को जब हम देखते हैं तो कोई अता पता नहीं है कि किधर जाना है, क्या लक्ष्य है, क्या दायित्व है, क्या निष्कर्ष है जिंदगी का। बिना किसी दिशा के भटक रहे कईयों को हम देख सकते हैं। എന്റെ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ എവിടെയാണ് എത്തേണ്ടത്, എന്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ എവിടെ എത്തിച്ചേരണം, എന്റെ ദൗത്യം എന്താണ്, ഞാൻ എന്ത് നേടണമെന്നതിനെ കുറിച്ച് ബോധ്യമില്ലാതെ നിരവധി ചെറുപ്പക്കാരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ജോലിക്കും അവർക്ക് താല്പര്യമില്ല. മാതാപിതാക്കൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടി പോകാൻ, ജീവിതത്തിന്റെ ദൗത്യ മേഖലകളെ കുറിച്ച് ചിന്തിക്കാതെ വെറുതെ അന്യാധീനമാക്കപ്പെട്ടു പോകുന്ന യൗവനകാലത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. मेरी पढ़ाई का अंतिम लक्ष्य क्या होना चाहिए, मेरे आसपास की मेरी परिस्थिति में से मुझे क्या प्राप्त करना है, मेरा दायित्व क्या है, मेरी दिशा क्या है, मेरा लक्ष्य क्या है, ये सब बिना जाने जो माता पिता दे रहे हैं, कह रहे हैं, उसे के मुताबिक जैसे तैसे जिंदगी को दिशाहीन बनाकर जीने वाले कई नौजवानों को आज हम देख सकते हैं। എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് നിർവഹിക്കേണ്ടത്, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് സമാഹരിക്കേണ്ടത്, എന്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ എന്താണ് നേടേണ്ടത്, എന്താണ് എന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ഒരുക്കേണ്ടത്, ഞാൻ നിമിത്തം ദൈവസഭയ്ക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകേണ്ടത് എന്നിത്യാദി വസ്തുതകൾ, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ദൗത്യത്തെ കുറിച്ചുള്ള വിചാരം. दायित्व का मतलब ये है कि मेरे माता पिता के लिए मुझे क्या करना या बनना है, मेरे भाई बहनों के लिए क्या मुझे बनना है, परिवार के लिए मुझे क्या करना है, उनके प्रति मेरा ध्येय क्या है, मेरे
बच्चे के प्रति, मेरी कलीसिया के प्रति मेरा दायित्व क्या है, ये सब सोचकर चलने वाले को कहते हैं दायित्व के साथ चलने वाला। ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന മുഴുവൻ യുവാക്കന്മാരോടും ഞാനൊരു വേദഭാഗം നിങ്ങളെ ഓർമ്മപ്പെടുത്താം. അത് ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. എല്ലാ ചെറുപ്പക്കാരും എല്ലാ യുവാക്കന്മാരും ആ വാക്യത്തെക്കുറിച്ച് ആഴമേറിയ ബോധ്യമുണ്ടായേ പറ്റുകയുള്ളൂ. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. 8-ാം അധ്യായം, ഞാൻ തന്നെ അതിന്റെ ആശയത്തെ പറയാം. 8-ാം അധ്യായത്തിൽ ഉത്തമഗീതം 8-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: എന്റെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ ഞാൻ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും. ദൗത്യ വിചാരം നമുക്ക് നൽകിത്തരുന്ന ഗംഭീരമായൊരു വാക്യമാണ്. ചെറുപ്പക്കാര്, കുഞ്ഞുങ്ങൾ എല്ലാവരും അറിയാം. ആൺകുട്ടികൾ, നിന്റെ കുഞ്ഞുപെങ്ങൾ വളർന്നു വരുന്നു. അവൾ വളർന്നു വലുതായി കഴിയുമ്പോൾ അവളുടെ വിവാഹ നാളിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ചെങ്കിൽ മാത്രമേ അന്ന് തലകുനിക്കാതെ നിനക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. यहाँ पे मुझे सुनने वाले जितने भी नौजवान हैं, जितने भी नवयुवक और युवतियां हैं, आप सभी लोग बड़े ध्यान से सुनिएगा। श्रेष्ठ गीत 8 का 8 हमारे असली दायित्व को बताने वाला परमेश्वर के वचन का भाग है। और वहां पर इस प्रकार उसका दूसरा भाग कहता है कि जिस दिन हमारी बहन के ब्याह की बात लगे उस दिन हम उसके लिए क्या करें। सुनो मेरे नौजवानों, आज ही यदि हम सोचना शुरू करेंगे कि मेरी एक बहन है, मेरे को उस बहना की शादी करवानी है, उसके लिए मुझे क्या करना है, ये दायित्व यदि मेरे अंदर बना रहे तो मैं बिल्कुल सुबोधी होकर उसको करने के लायक बन पाऊंगा। അപ്പനും അമ്മയും കൂടെ നടത്തി കൊടുക്കട്ടെ, അമ്മാച്ചനും അമ്മാവിയും കൂടെ നടത്തി കൊടുക്കട്ടെ എന്നല്ല, എനിക്കത് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടിയുള്ളൊരു ദൗത്യബോധത്തിലേക്ക് വരണം നമ്മുടെ ചെറുപ്പക്കാര്. ഞാൻ ആ ദിവസം അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന ഒരു വിചാരം. ഗംഭീരമാണ് ആ വാക്യം. പുതിയ നിയമത്തിന്റെ ഭാഷ്യമാണ് ഞാൻ തരുന്നത്. നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായേ പറ്റുകയുള്ളൂ. अरे वो तो माता पिता करवाते रहेंगे, मामा मामी करवाते रहेंगे, ये सब कुछ जिम्मेदारी उन पर टालने की बजाय ये मेरी जिम्मेदारी है, मेरा दायित्व है, मैं उनकी उसका ब्याह करवाऊंगा कहकर सही दायित्व को, अपने मिशन को, जिम्मेदारी को बताने वाले नए नियम की भाषा में मैं आपको बताऊंगा कि ऐसा ही व्यक्ति एक सुबोधी होता है जो अपने दायित्व को समझता है। ഇനിയും സോബർ മൈൻഡിന്റെ 5-ാമത്തെ ഒരാശയം ഞാൻ തരുന്നു. ഞാൻ എവിടേക്കാണ് പോകുന്നത്? ഞാൻ എവിടേക്കാണ് പോകുന്നത്? और उसका 5वां विचार, संयमी होने के बारे में 5वां विचार ये है कि मैं किधर जा रहा हूं। എല്ലാ കുഞ്ഞുങ്ങളും ചിന്തിച്ചു നോക്കൂ, നീ എങ്ങോട്ടാണ് ഇപ്പൊ പൊയ്ക്കൊണ്ട് ഇരിക്കുന്നത് എന്ന് വിചാരമുണ്ടോ? सभी बच्चों, सभी नौजवानों सोच कर देखिएगा कि क्या आपको पता है आप और मैं कहां जा रहे हैं। ഈ പോക്ക് നീ പോവുകയാണെങ്കിൽ എവിടെ എത്തുമെന്നതിനെ കുറിച്ച് വിചാരമുണ്ടോ? आज आप जहां जा रहे हैं, कहां पर पहुंचेंगे, उसका हश्र क्या होगा, आपको पता है? രാവിലെ കിടക്കയിൽ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ആദ്യം തപ്പുന്നത് മൊബൈൽ ഫോൺ എന്ത് എന്നുള്ളതാണ്. ആരാ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഫേസ്ബുക്കിൽ എന്താ പുതിയതായിട്ട് ലോഡ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെയാണ് ആദ്യം കണ്ണു തിരുമിയിരുന്ന് നോക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ പോക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ നീ എവിടെ എത്തും? നിനക്ക് എന്ത് നേടാൻ പറ്റും? सुबह सुबह जब नींद खुलती है तो नींद बाद में खुलती है, पहले टटोलता है हाथ की मेरा मोबाइल कहाँ है, व्हाट्सएप में किसका संदेश आया है। यदि पहले हम वो देखते हैं, आंखें मसलते हुए वो ढूंढना चाहते हैं, तो सुन मेरे युवक और युवती, सोच तेरी ये चाल तुझे कहाँ ले जा रही है। വിദ്യാഭ്യാസത്തിൽ കാര്യമായി ശ്രദ്ധിക്കാതെ, ആത്മീയ കാര്യങ്ങളിൽ കാര്യമായി ശ്രദ്ധിക്കാതെ, വേദപുസ്തകത്തോട് അകന്നു നിന്ന്, ആരാധനാലയത്തോട് അകന്നു നിന്ന്, ആത്മീയ കൂട്ടായ്മകളുമായി സജീവ ബന്ധമില്ലാതെ ഈ ഒരു പോക്ക് നീ മുൻപോട്ട് പോയാൽ എവിടെ എത്തുമെന്നതിനെ കുറിച്ച് ചിന്തിക്കണം. पढ़ाई पर ध्यान दिए बिना, आत्मिक जिंदगी के बारे में परवाह किए बिना, बाइबल के साथ में कोई भी संबंध रखे बिना यदि आप ऐसे चल रहे हैं तो सोचिएगा कि ये चाल आपको कहां ले जा रही है।
ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, നമുക്ക് എത്തിച്ചേരേണ്ട ഒരു ശുഭ തുറമുഖമുണ്ട്. അവിടെ എത്തും വരെ യാത്രയിൽ പതർച്ചയും ഇടർച്ചയും ഗതിഭേദവും സംഭവിക്കാതെ ലക്ഷ്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. जिंदगी का हमारा एक ध्येय है, एक लक्ष्य है और हमारा एक सुंदर तट है। उस तट तक पहुंचने तक बिना भटकते हुए, पथ भ्रष्ट हुए बगैर हमें वहां पर पहुंचने के लिए इन सबों को अपना स्वभाव बनाकर आगे जाना पड़ेगा। മടങ്ങിപ്പോകാൻ മനസ്സ് മന്ത്രിക്കുന്ന നിരവധി അനവധി സന്ദർഭങ്ങൾ ഉണ്ടാകാം. തുടങ്ങി വെച്ച കാര്യത്തെ മുടക്കിക്കളഞ്ഞിട്ട് വഴിമാറിപ്പോകാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകാം. പക്ഷേ അവിടെയും മറന്നു പോകരുത്, എനിക്ക് ലക്ഷ്യം പൂർത്തിയാക്കിയേ പറ്റുകയുള്ളൂ, എനിക്കവിടെ എത്തിച്ചേർന്നേ പറ്റുകയുള്ളൂ. ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും. बीच रास्ते में कितने ही ऐसे तरीके या हालात आएंगे कि मैं भटक सकता हूं, बीच में मुड़कर आ सकता हूं, और कितनी बार वापस आने की जब अंदर से आपको आभास आता है, आपको कोई याद दिलाता है, तो वहां पर वापस आने के लिए यदि हमारे कदम तैयार रहते हैं तो हम बिना भटके हमारे लक्षित दायित्व की ओर जाने के लिए लायक बन पाएंगे। ആറാമത്തെ ചിന്ത, ഞാൻ ഇതുവരെ എന്ത് നേടി എന്നുള്ളതാണ്. എനിക്കെന്ത് ഇതുവരെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധമാണ് സോബർ മൈൻഡ്. और संयमी होने, सुबोधी होने का छठवां विचार ये है कि मैंने अभी तक क्या पाया, क्या हासिल किया। വിദ്യാഭ്യാസത്തിൽ എനിക്ക് എന്ത് നേടുവാൻ കഴിയും, സാമ്പത്തികത്തിൽ എനിക്ക് എന്ത് നേടുവാൻ കഴിയും, സൗഹൃദത്തിൽ എനിക്ക് എന്ത് നേടുവാൻ കഴിയും, ദൈവവചനത്തിൽ എനിക്ക് എന്ത് നേടുവാൻ കഴിയും, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് എന്ത് നേടുവാൻ കഴിയും, വല്ല കൃപാവരവും നേടിയോ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നാം ആഴത്തിൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. पढ़ाई के मामले में मैंने क्या हासिल किया, धन के मामले में, सौहार्दता के मामले में मैंने क्या हासिल किया, आत्मिकता के मामले में, प्रभु के संबंध में वरदानों को क्या मैंने पाया है, किस वरदान को पाने का या हासिल करने का मुझे मौका मिला है, ये सब हमको जांचना जरूरी है। 6 വയസ്സിന് മുൻപ് 10 വയസ്സിന് മുമ്പേ പാട്ടുപാടി ഫ്ലാറ്റ് വാങ്ങിച്ച കുറെ കുട്ടികളുണ്ട്. 10 വയസ്സിന് മുമ്പ് അവനൊരു ഫ്ലാറ്റിന് ഉടമയായി. 20 വയസ്സിന് മുൻപ് ഫസ്റ്റ് പ്രൈസിൽ വലിയ ലക്ഷങ്ങൾ സമ്പാദിച്ച കുട്ടികളുണ്ട്. ഐക്യു വർദ്ധിച്ച കുട്ടികൾ, ഭയങ്കരമായ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ലിംഗ ബുക്കിലും അതേപോലെ വേൾഡ് ബുക്കിലുമൊക്കെ സ്ഥാനം പിടിച്ചു പറ്റിയ കുട്ടികളുണ്ട്. ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, എന്ത് നേടി ഇതിനോടകം എന്നതിനെ കുറിച്ച് വീണ്ടും വിചാരം. അതാണ് സോബർ മൈൻഡിന്റെ ആശയങ്ങളും ചിന്തകളും. 10 साल की उम्र में या 10 साल की उम्र में अपनी खूबी को दिखाकर फ्लैट जीतने वाले कई लोग हैं। 20 साल की उम्र आते आते लाखों कमाने वाले लोग हैं। अपनी आईक्यू को बढ़ाकर कई मंचों पर अपना प्रदर्शन दिखाने वाले लोग हैं। लिम्का बुक हो या गिनीस बुक हो, इनमें लिखवाने वाले कई नाम हैं। आज यहाँ पर शामिल हो रहे सभी युवकों से, युवतियों से एक सवाल पूछो, आपने क्या पाया, आपने जीवन में क्या हासिल किया? ഇതുപോലെ എന്തെങ്കിലും നേടാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയല്ല. കർത്താവുമായി നിങ്ങൾ ചേർന്ന് നിന്നിട്ട് ഈ യുവത്വത്തിന്റെ കാലത്തിൽ എന്ത് നേട്ടമുണ്ടാക്കി, ആർക്കെങ്കിലും ഒരു ട്രാക്റ്റ് എങ്കിലും കൊടുത്ത് ഒരു ആത്മാവിനെങ്കിലും നേടിയിട്ടുണ്ടോ? സഭയിൽ എന്തെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു നേട്ടം താങ്കളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സോബർ മൈൻഡിലേക്ക് വന്നാൽ അത് സാധ്യമാകും എന്ന് തിരിച്ചറിയും. मैं आपको ये नहीं कह रहा कि अभी जो मैंने बातें बताई थी वो सब आपको हासिल करनी है। मैं ये बताना चाहूंगा कि प्रभु के संबंध में आपने अपनी जिंदगी में क्या हासिल किया है। क्या आपने किसी को ट्रैक्ट बांटा है, कहीं किसी आत्मा को आपने बचाया है, कलीसिया के अंदर आपका योगदान क्या रहा है? अब तक यदि आप नहीं कर पाए हैं तो मैं प्रभु से प्रार्थना करूंगा कि अब हम संयमी बनकर, सुबोधी बनकर इस दायित्व को भी पूरा करने के लिए प्रभु हमें मदद करने पाए। 7ാമത്തെ ചിന്ത, എനിക്ക് എന്ത് നേടാം എന്നതിനെ കുറിച്ചാണ്. और 7वां विचार है कि मैं अब क्या हासिल कर सकता हूं। എനിക്കെന്ത് നേടാൻ കഴിയും, ഞാനും എന്റെ കർത്താവും കൂടെ ഒരുമിച്ച് നിന്നാൽ എനിക്കെന്ത് നേടാൻ പറ്റും? मैं
क्या हासिल कर सकता हूं, मैं प्रभु के साथ मिलकर क्या हासिल कर सकता हूं। കർത്താവുമായിട്ട് ഒരുമിച്ച് നിൽക്കണം, എങ്കിൽ മാത്രമേ നേട്ടമുണ്ടാക്കുകയുള്ളൂ. സ്വന്തമായ ബുദ്ധി സാമർഥ്യം കൊണ്ടല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ കർത്താവിനോടൊപ്പം നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി ചേർന്ന് നിൽക്കുമ്പോൾ, ഏലാം താഴ്വരയിൽ ഉയരുന്ന വെല്ലുവിളികൾക്ക് നേരെ ഒറ്റയാനായി പ്രതികരിക്കാൻ മറ്റൊരു ദാവീദായി താങ്കൾക്ക് പരിണമിക്കാനിടയായിത്തീരും. പൊത്തിഫറിന്റെ ഭവനത്തിലെ ഒരു യോസഫ് നേടിയ നേട്ടം അവന്റെ വിശുദ്ധിയുടെ നേട്ടമാണ്. അതേപോലെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കർത്താവുമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. यदि हम हासिल करना चाहते हैं तो निसंदेह हमको प्रभु की जरूरत है। प्रभु के साथ मिलकर ही हम हासिल कर सकते हैं। अपनी बुद्धि, खूबी और योग्यता के आधार पर हम कुछ भी नहीं पा सकते हैं, लेकिन यदि हम पूरे निर्भर परमेश्वर पर है, प्रभु के साथ हैं, तो चाहे एलाम की तराई हो तो दाऊद की तरह, या पोतीफर का घर हो यूसुफ की तरह, विजय पाकर कुछ हासिल करने का बल प्रभु हमको अवश्य प्रदान करेगा। മർക്കോസ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനുണ്ട്. ബർന്നബാസിനോടും പൗലോസിനോടും ഒപ്പം ഒന്നാം മിഷണറി യാത്രയിൽ അവർക്കൊപ്പമുണ്ടായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി വീരന്മാരോടൊപ്പം കയറിക്കൂടിയ ഒരു കൊച്ചു പയ്യൻ. അതേപോലെ തിമോത്തിയോസ്, തീത്തോസ്, പൗലോസ് എന്ന് പറയുന്ന മഹാമനുഷ്യനോടൊപ്പം തട്ടിമുട്ടി നടന്നവരാണ്. ചെറുപ്പത്തിൽ തന്നെ അവര് നേടിയ നേട്ടം ഭയങ്കരമായിരുന്നു. നമുക്ക് ആത്മീയ തലത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവവചനവുമായി ആത്മാവുമായുള്ള ബന്ധത്തിൽ എന്ത് നേടാൻ കഴിയും എന്നതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കൂ. पौलुस नामक एक छोटा सा बालक उन दिनों में जाने माने मिशनरी पौलुस और बरनबास के साथ में अपनी मिशनरी यात्रा करने वाला एक छोटा सा बालक तीतुस हो, तिमुथियुस हो, पौलुस के साथ रहने वाला, वे दो छोटे बालक, इन्होंने अपनी जिंदगी में आत्मिकता में बहुत कुछ हासिल किया। हमने हमारी जिंदगी में भी क्या हासिल किया, हमें ये जानना और पहचानना जरूरी है। അപ്പോൾ സോബർ മൈൻഡ് ആകേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായില്ലേ? ഈ പറയപ്പെട്ട ചിന്തകളിലൂടെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവുമായി ചേർന്ന് നിൽക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ യൗവനക്കാർ സുബോധമുള്ളവരായേ പറ്റുകയുള്ളൂ. हमें ये पता चला कि हमको यदि इस प्रकार संयमी बनना है तो उसके लिए कौन सी 7 बातें होनी चाहिए। इन बातों को पहचानने के बाद में जब इनमें हम डटे रहें, बने रहें, तो हम वास्तव में सुबोधी बने रहेंगे, संयमी बने रहेंगे। മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ വന്നിട്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ദിവസം നമുക്കതിന്റെ വിശകലനങ്ങളെ ചിന്തിക്കാം. സോബർ മൈൻഡ് പ്രാപിക്കാൻ നമുക്ക് എന്തു വേണം എന്നുള്ളതാണ് ഇനി ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരു സുബോധത്തിന്റെ മനസ്സ്, ഇങ്ങനെ ഒരു സുബോധത്തിന്റെ അനുഭവം നേടാൻ നമുക്ക് എന്തു വേണമെന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. तीसरा जो विचार है वो मैं आपके सामने रखना चाहूंगा। बाकी यदि आगे कल के दिन में जो भी विषय है उसके ऊपर हम जरूर सोचना विचारना चाहेंगे कि ये संयमी होने के लिए मुझे किसकी आवश्यकता है, मेरे को क्या चाहिए जिससे कि मैं ये संयमी या सुबोधी बन सकूं। എന്ത് ചെയ്താൽ നമുക്ക് സുബോധത്തിന്റെ മനസ്സ്, ഉത്കൃഷ്ട മാനസം പ്രാപിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. ऐसा क्या करूं जिससे कि मैं इस सुबोधी आत्मा को, उत्तम आत्मा को पाकर आगे बढ़ सकूं। ഏറ്റവും പ്രധാനമായ ഒരു കാര്യം യൗവനത്തിൽ അകർത്യമില്ലാതിരിക്കുക എന്നുള്ളതാണ്. सबसे महत्वपूर्ण एक चीज है नौजवानी में बिना निष्पाप बने रहें, बिना अपराध के बने रहें। ഇനിക്വിറ്റീസ് ഓഫ് യൂത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഇയ്യോബിന്റെ പുസ്തകം ചാപ്റ്റർ 13 വേഴ്സ് 36, 13:26. ഇനിക്വിറ്റീസ് ഓഫ് യൂത്ത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുക. जब अय्यूब की किताब को देखते हैं उसके 13वें अध्याय के 26वें पद के अंदर हम देख सकते हैं जहां पर युव जनों के अपराध के बारे में, युवा मन के अपराध के बारे में वहां पर देखा जा सकता है। അപ്പൊ നമ്മൾ യൗവന പ്രായത്തിൽ അകർത്യമില്ലാതിരിക്കണം. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ കണ്ടിട്ടില്ലേ? അനധികൃതമായി കടക്കുക, അതാണ് അകർത്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൃത്യവിലോപം കാണിക്കുക, നിയമവിരുദ്ധമായി മാറുക എന്നുള്ളതാണ് അകർത്യം. അപ്പൊ യൗവനത്തിൽ അകർത്യമില്ലാതിരിക്കുമെങ്കിൽ താങ്കൾ സുബോധമുള്ളവനായി, സുബോധമുള്ളവളായി മാറാനിടയാ.
यहाँ पे इस्तेमाल किए गए अपराध अथवा अधर्म के शब्द का अर्थ ये है कि धार्मिकता के खिलाफ कुछ करना, कुछ उखेड़ कर गलत तरीके से कुछ करना इत्यादि अर्थों को बताने वाले इस जवानी के अधर्म से यदि हम बचकर चल सकते हैं, तब हम उस उत्तम आत्मा को पा सकने वाले युवक बन सकते हैं। യൗവനകാലത്തിൽ അതിർത്തി മുറിക്കരുത്, കൽപ്പിത പരിധി വിട്ടുപോകാതിരിക്കണം. അതാണ് അകൃത്യമില്ലാതിരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന 26-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിപ്പിക്കുമാറാക്കുന്നു. പല ആളുകളും ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അനുഭവിക്കുന്ന ചില വ്യഥകളുണ്ടല്ലോ, അനുഭവിക്കുന്ന ചില വേദനകൾ യൗവനത്തിൽ കാട്ടിക്കൂട്ടി വെച്ച ഓരോരോ പ്രശ്നങ്ങളുടെ പലിശയും കൂട്ടുപലിശയും തീർത്ത് കിടന്നേക്കം വലിക്കുകയാണ്. അതുകൊണ്ട് യൗവനത്തിൽ അകൃത്യമില്ലാതിരുന്നാൽ ജീവിതം ധന്യമാകും, നമ്മൾ സോബർ മൈൻഡിൽ മുൻപോട്ട് പോകാൻ പറ്റും. जवानी का अधर्म एक और अर्थ को बताता, वो ये है कि जो सीमा हमारे सामने रखी गई है उसका हमें उल्लंघन नहीं करना है, बाड़ा हमें नहीं तोड़ना है। जब हम 26वें पद को देखते हैं तो वहां पे लिखा है कि मेरी जवानी के अधर्म का फल मुझे भुगतना पड़ रहा है। मतलब पता है क्या है, जब हम हमारी जिंदगी की सांझ में आ जाते हैं, हमारे बुढ़ापे में आ जाते हैं, तो उस समय जो दर्द है, जो सह रहे हैं, जवानी में मन मर्जी के अंदर की गई अधर्म से भरी हुई बातों का हस्र होता है, परिणाम होता है। ऐसा करने से बचने के लिए हमें जवानी के अधर्म से बचकर चलना होगा, हमें ऐसा बनना होगा। സഭാപ്രസംഗികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എക്ലിയാസിസ്റ്റിക് ചാപ്റ്റർ 11:10 നമ്മൾ വായിച്ചാൽ 9-10 വാക്യങ്ങൾ, സഭാപ്രസംഗി 11:9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണം നടന്നുകൊള്ളുക, എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക എന്ന അനുഗ്രഹീതമായൊരു വാണിംഗ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. യൗവനത്തിൽ രക്തത്തിളപ്പിന്റെ കാലമാണ്, എന്തും നേടാനുള്ള വ്യഗ്രതയുടെ ഓട്ടമാണ്. അങ്ങനെ ഓടുമ്പോൾ യൗവനത്തിൽ പാപം, അകൃത്യം, അരുതരുതായ്മകൾ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം നിമിത്തം പിന്നീട് ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് സോബർ മൈൻഡ് ആകുവാൻ യൗവനത്തിൽ അകൃത്യമില്ലാതിരിക്കണം. और यहाँ पर हम देखते हैं सबोपदेशक के अंदर उसके 11वें अध्याय के 9 और 10 के अंदर, हे जवान अपनी जवानी में आनंद कर, जवानी के दिनों में मग्न कर, ये सब कहने के बाद में परंतु ये जान रख कि इन सब बातों के विषय परमेश्वर न्याय करेगा। अपने मन से खेद को और देह से दुख को दूर कर, क्योंकि लड़कपन और जवानी दोनों व्यर्थ है। ये कहने के बाद वो कहता है कि यहाँ पर जो भी हम यदि इस प्रकार करना चाहते हैं, क्योंकि जवानी का जो खून है वो गर्म होता है, कुछ भी कर सकने के लिए उबलने वाला खून होता है। कुछ भी करके जिंदगी के अंत में इन सभी व्यथाओं से बचने के लिए हमें जवानी के अधर्म से बचकर जीना होगा, तभी हम उत्तम आत्मा वाले बन पाएंगे। യൗവനകാലം മുഴുവനും സുബോധമുള്ളവരായി ദൈവത്തിന് പ്രസാദമുള്ളവരായി നിലകൊള്ളുവാൻ ഈ സന്ദേശങ്ങൾ നിമിത്തമാകട്ടെ. ബാക്കി ചിന്തകൾ നാളെ രാത്രിയിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒരുമിച്ച് ദൈവപ്രസാദ യോഗ്യമായ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ദൈവം നമ്മെ നയിപ്പാൻ അത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വാക്കുകളിൽ നിന്ന് വിടകൊള്ളുന്നു. കർത്തൃദാസന്മാരോട്, പാസ്റ്റർ ജോൺസൺ അവരോട് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ഇതുവരെയും ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ തൃത്വനാമത്തിൽ അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ വിടകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इसी प्रकार का एक सुबोधी और संयमी जीवन जीने के लिए आज सुने गए वचन के हर एक भाग के द्वारा हम सबों को प्रेरणा मिल पाए। यदि प्रभु अनुमति दे तो कल हम आगे के विचारों को यहाँ पर मनन करना जारी रखेंगे। तब तक प्रभु हम सबों को संभाल के रखने पाए। एक बार और सब लोगों का धन्यवाद देते हुए पिता पुत्र पवित्र आत्मा के नाम से अपनी कृतज्ञता व्यक्त करते हुए मैं शब्दों को रोकूंगा। प्रभु आप सबों को आशीष देने पाए। Thank you. Praise the Lord. Praise the Lord. Praise the Lord. Thank you, Pastor Ji, Pastor A.B. Abraham, and